അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ടിപ്പിന്റെ ആശാത്തി ഉണ്ടെങ്കിൽ ദാ ഇവിടെ. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് കോയമ്പത്തൂര് പോവാണ്. ഇന്ന് ഞാൻ ഓണർഷിപ്പിലുള്ള എൻ്റെ ടീമിന്റെ പ്രാക്ടീസ് മാച്ചിലെ നടക്കുകയാണ് കോയമ്പത്തൂര്. കുറയ്ക്കുന്നതുകൊണ്ട് കുറെണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അതിന്റെ പ്രാക്ടീസ് നടക്കുകയാണ്. അപ്പൊ ഞാൻ സായിയുടെ കൂടെ പ്രബിയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി കോയമ്പത്തൂര് പോവാണ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയാ നൈറ്റ് ലൈറ്റിൽ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മളിവിടെ പകലൊക്കെ കളിച്ചു. ഇവർ കഴിഞ്ഞ ആഴ്ച, ഇന്നിപ്പോൾ ഫെബ്രുവരി 13 അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവർ 3 ദിവസം ചാലക്കുടിയിൽ പോയിട്ട് ആത്രയിൽ പോയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് മാച്ചൊക്കെ പറഞ്ഞാൽ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, അന്ന് എന്നെ സായി കൊണ്ടുപോയില്ല. ഇന്ന് എന്നോട് കൂടെ വരാൻ പറഞ്ഞു. കാരണം എനിക്ക് പ്രാക്ടീസ് കാണണല്ലോ നൈറ്റ് ലൈറ്റിലല്ലോ, മറ്റേ ഫ്ലഡ് ലൈറ്റ് എന്നല്ല പറയാ, അതെ ഫ്ലഡ് ലൈറ്റിൽ ഉള്ള മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രിയൊക്കെയാണ് ഗെയിം ഉള്ളത്, ക്രിക്കറ്റ് മാച്ച് ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ കോയമ്പത്തൂർ വരെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഒക്കെ ഒരു ഇത് കാണണം, മനസ്സിലാവണം. ഞങ്ങൾ കോയമ്പത്തൂർ, അങ്ങക്ക് കേരളത്തിൽ മാത്രമല്ല അങ്ങ് കോയമ്പത്തൂർ വരെ പീടിയുണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, നാട്ടിലെ ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, നാട്ടിൽ ആ ഗ്രൗണ്ട് തരാഞ്ഞിട്ടല്ല, സ്ഥലം ഇല്ലാഞ്ഞിട്ടുമല്ല, ബുക്ക് ചെയ്തിട്ടുമല്ല. ഞങ്ങളത് കോയമ്പത്തൂർ വെച്ച് തന്നെ ഞങ്ങൾക്ക് കേരളം വിട്ട് ഒരു പിടി പിടിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കോയമ്പത്തൂർ വരെ വന്നത്. കോയമ്പത്തൂരിലുള്ള ഈ പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് എങ്ങനെയുണ്ട്, ഇവിടുത്തെ ഗ്രൗണ്ട് എങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. കാരണം ഭാവിയിൽ നമ്മൾ കോയമ്പത്തൂർ വെച്ചിട്ടും ബാംഗ്ലൂർ വെച്ചിട്ടും ഗോവയിൽ വെച്ചിട്ടും മുംബൈയിലൊക്കെ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിന്റെ പുറത്തുള്ള കാലാവസ്ഥയും ഗ്രൗണ്ട് പിച്ച് എങ്ങനെയുണ്ട്, ബോളിങ്ങിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും, ബാറ്റിംഗ് പിച്ചാണോ ബോളിംഗ് പിച്ചാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെയൊക്കെ. നല്ല സൂപ്പറായിട്ട് നല്ല സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇപ്പൊ ഏകദേശം ഒരു 6:30 അപ്പോൾ സൺസെറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ജോലിന്റെ ഭാഗമായിട്ട് ജോലിന്റെ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഉണ്ട്. എന്തായാലും എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് 3.5 മണിക്കൂറാണ് കോയമ്പത്തൂർക്കുള്ളത്. ഞങ്ങളൊരു 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കോയമ്പത്തൂർ ഗ്രൗണ്ടിന്റെ അവിടെ എത്താനായി. അപ്പൊ നമുക്ക് ഇനി ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ. അപ്പൊ നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാ ടീം മെമ്പേഴ്സിനെയും എല്ലാ ആൾക്കാരെയും, നിങ്ങളെ ഓണേഴ്സിനെയും, ഞാൻ ഉൾപ്പെടെയുള്ള ഓണേഴ്സിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തോന്നുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിലൊക്കെ ഉണ്ട്, പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ട്, കാണേണ്ടവർക്കൊക്കെ കാണാം. എന്റെ നല്ല ചിരിച്ച മോന്ത അവിടെ കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത ആഴ്ച ഫെബ്രുവരി 16 അത് ഞായറാഴ്ചയാണ് ഗെയിം തുടങ്ങാൻ പോണത്. അപ്പോ അതായത് ഡേ ലൈറ്റും ഉണ്ട് നൈറ്റ് ലൈറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ വേണ്ടിയിട്ടാണ് ഡേ ലൈറ്റ് മാച്ചും ആണ് നൈറ്റ് ലൈറ്റ് മാച്ചും ആണ്. അപ്പൊ പിന്നെ രണ്ടിനും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ചെയ്തത്. അപ്പൊ ഡേന്റെ കഴിഞ്ഞു, ഇപ്പൊ നൈറ്റിന്റെ നമ്മുടെ ഈ ലൈറ്റിൽ വെച്ചിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇവരുടെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഓണറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇവരുടെ ചീത്തൊക്കെ പറയും. പ്രത്യേകിച്ച് സായി കൃഷ്ണനൊക്കെ അവിടെ ഒരു ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത്. ഞാൻ എന്റെ എന്തായാലും ചീത്തൊക്കെ പറയൂ ഓണറായി എന്ന നിലയിൽ പൈസ മടക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ കോയമ്പത്തൂർ ടൗണില് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്താനായി എന്തായാലും. അപ്പൊ നമ്മളിനി പോട്ടെ. നമ്മളിനി ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഒക്കെ നിങ്ങളുടെ ഇവിടുത്തെ കോയമ്പത്തൂർ ടൗൺ ഉണ്ട്, അതൊക്കെ ഫുള്ള് തമിഴാണ്. അറിയാലോ, കോയമ്പത്തൂർ എത്തി നമ്മൾ തമിഴ് മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ കോയമ്പത്തൂർ തമിഴാന്നുള്ളത്. കോയമ്പത്തൂർ പക്ഷെ തമിഴാണ് ലാംഗ്വേജ് ഉള്ളത്, കാരണം അത് തമിഴ്നാട്ടിലാണ്. അപ്പോ പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മളിനി എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാൽ. അങ്ങനെ നമ്മുടെ പ്രകൃതി രമണീയത നിറഞ്ഞ കോയമ്പത്തൂരിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വ്യൂസ് ഒക്കെ കാണാം. നല്ല സൺസെറ്റാണ്. മെല്ലെ പോണുണ്ട്, ബാക്കിൽ നിന്ന് നല്ല ഹോണടി ഉണ്ട്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിലുള്ള വലിയ ടൗണിൽ കൂടെ പോകുന്നത് പോത്തീസ് ഉണ്ട്. ഇവിടെ ശ്രീകുമാരൻ തങ്കമല്ലിക്ക് ഇവിടെ ചെന്നൈ സിൽക്സ്, സ്വർണ്ണമഹൽ. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ പട്ടണം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റില്ലോ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ്
സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ആ സ്റ്റേഡിയം. കണ്ടോ, രാത്രി ലൈറ്റൊക്കെ ഇട്ടത്. ഇവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്ലെയർ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതാണ് ആ വഴി. അപ്പോൾ നമ്മളങ്ങനെ 22 യാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 22 യാർഡ് പറഞ്ഞാൽ ആ പിച്ചിൻ്റെ സ്ഥലത്തിൻ്റെ ഇതല്ല, ഈ സ്ഥലത്തിൻ്റെ പേര് 22 യാർഡ് ആണെന്നാണ് മിസ്റ്റർ സായി കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമാണോ അല്ലേന്ന് എനിക്കറിയില്ല. അംബാനിയോ? അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ടിനോട് എത്തി. അപ്പോൾ ഇവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേണ്ട പ്രാക്ടീസാണ്. കാരണം 2 ദിവസം കൊണ്ട് നമ്മുടെ മാച്ച് ഇപ്പോൾ തുറന്നു. നമ്മുടെ ടസ്കേഴ്സ് ടീമിനെ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ അത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ആന ഉണ്ട്, നമ്മുടെ ടസ്കേഴ്സ്. അപ്പോൾ അതവിടെ എല്ലാവരും ഉണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ഥലം, 22 yards ഫ്ലഡ് ലൈറ്റ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, കോയമ്പത്തൂർ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രൗണ്ടിലെ പരിശീലനമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. കൊച്ചിയിൽ ആണ് ഇനി ബാക്കി പരിപാടികൾ നാളെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാക്ടീസ് പറഞ്ഞ പോലെ ഫ്ലഡ് ലൈറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലഡ് ലൈറ്റ് അല്ലേ കയറിയ ഫ്ലഡ് ലൈറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. കോയമ്പത്തൂരാണ് സ്ഥലം കിട്ടിയത്. അപ്പോൾ അതവിടെ ഗ്രൗണ്ടിലൂടെ എല്ലാവരും ഉണ്ട്. ഇനി ബാക്കി കുറച്ച് പേര് വരാനുണ്ട്, അവർ നാളെ വരും. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷേ സായി ഒരു ദിവസം തന്നിട്ടുള്ളൂ, ബാക്കി അങ്ങനെയാണല്ലോ. ഇനി നമ്മൾ ഇനി നേരെ കൊച്ചി പോകണം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് എന്താണ് HMR ബിരിയാണി റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ കാണിച്ചില്ല ബിരിയാണി. പറയൂ. നല്ല മട്ടൻ ബിരിയാണി ഇതാ കഴിക്കണം. മട്ടൻ ലിവർ, പ്രവി ചിക്കൻ ബിരിയാണി. ഞാൻ കുറച്ച് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ബിരിയാണി എല്ലാം ഓർഡർ ചെയ്ത്, കാരണം എനിക്ക് രാത്രി ബിരിയാണി കഴിക്കാൻ വയ്യ. അതുകൊണ്ട് ഫേമസ് HMR ബിരിയാണി കൊള്ളാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ബൺ പൊറോട്ടയും ഒരു ഗ്രേവിയാണ്, നോർമലാണ്. ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇവിടുത്തെ ഫേമസ് ബിരിയാണിയാണ് സായി പറയുന്നത്. സായി എവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല, എവിടെയും കണ്ടിട്ട് പറഞ്ഞൊന്നല്ല എനിക്കുണ്ട്. അപ്പോൾ കോയമ്പത്തൂരുള്ളവരൊക്കെ HMR ബിരിയാണിയിലേക്ക് എല്ലാവരും വരണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെന്താ ചിക്കൻ ഗ്രിൽ ചിക്കൻ, വെറൈറ്റി ടൈപ്പ് ആണല്ലോ, കാണാൻ നല്ല രസമുണ്ടല്ലോ. ഷവായിയോ? അപ്പോൾ ഞാനൊരു ഇത് കഴിച്ചു, എല്ലിൻ്റെ പീസ്. ഒരു എല്ലിൻ്റെ പീസല്ല, എന്താ പറയുക, ലെഗ് പീസ് കഴിച്ചു. ചിക്കൻ, അത് ഇതെന്താ സാധനം, ചിക്കൻ ഗ്രില്ല് ചിക്കൻ ഉണ്ടോ, അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് റൈസ്, ചിക്കൻ ബിരിയാണീൻ്റെ കുറച്ച് റൈസ് ഞാൻ പ്രമീഡിന് വാങ്ങി. പിന്നെ സായി ഇവിടെ മട്ടനാണ് കഴിക്കുന്നത്, ഞാൻ മട്ടൻ കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സാധനം ബൺ പൊറോട്ടയാണ്. ബൺ പൊറോട്ടയും ഒരു ഗ്രേവിയും പറഞ്ഞിട്ട്. വെജ് കുർമല്ലേ, വെജ് കുർമ, പ്ലെയിൻ വെജ് കുർമ. കാരണം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അധികം ചിക്കൻ പ്രിഫർ ചെയ്യാറില്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇത് കഴിച്ചു. എന്തായാലും കുർമ എന്നാൽ എന്ത് കുർമ വരാൻ എനിക്കറിയില്ല. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയാണ്. സാധാരണ ഗ്രേവി, സാധാരണ കുറുമ എന്ന് പറഞ്ഞത് സാധാരണ ഗ്രേവി എന്നാണ് സായി പറഞ്ഞത്. സായിക്ക് പിന്നെ ലോക വിവരമുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് അറിയില്ല. സായി എന്നും ഇവിടെയായിരുന്നു ജനിച്ച് വീണത് ഇവിടെയാണെന്നാണ് സായി പറയുന്നത്. കാരണം എവിടെ പോയാലും സായിക്ക് അറിയാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാണ് സായി തള്ളി മറിക്കാറ്. ഒന്നുമില്ല. 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ കോയമ്പത്തൂർ വരും. ഏട്ടന്മാര് അല്ല, ഇനിയിപ്പോ ബോംബെയിലെ പോകുന്നുണ്ടെങ്കിൽ ബോംബെയിൽ പണ്ട് മുതലേ വരും. കാശ്മീരിൽ വരും. ഡൽഹിയിൽ പോകണമെങ്കിൽ ഡൽഹിയിൽ വരും. 2-3 വട്ടം പോയില്ല ബോംബെ. ഡൽഹി ഒരു വട്ടം, ഒരു വട്ടം. നമ്മളിവിടെ ഒന്നും ഇല്ലല്ലോ, നമ്മള് കോയമ്പത്തൂർ. പക്ഷെ നല്ല സ്ഥലം കേട്ടോ. കാരണം കുറെ തുണികളുള്ള ഏരിയയാണ്, നല്ല അടിപൊളി. ഞങ്ങൾ പണ്ട് നമുക്ക് ഓർമ്മയില്ലേ, കാറും കൊണ്ട് ഞാനും മറ്റേ 10ാം ക്ലാസ്സിലുള്ള ടീം കൂടി അവിനാശി ഡ്രസ്സ് എടുക്കാനൊക്കെ ഞങ്ങൾ മെയിൻ പരിപാടി. ഇവിടെ നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം, ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ ഡ്രസ്സ് കണ്ടു. ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, മറ്റേ ചെന്നൈ സിൽക്സ്, പോത്തീസ്, അങ്ങനത്തെ കുറേ ട്രഡീഷണൽ സാധനങ്ങളാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുൾ ദാവണി ടൈപ്പ് ഡ്രസ്സ് കേട്ടോ ഉണ്ട്. അപ്പോൾ എനിക്ക് നാളെ നമ്മുടെ കല്യാണം ഉണ്ട്. അഭിഷേക് പറക്കാട്ടിൻ്റെ ഏട്ടൻ്റെ, പറക്കാട്ട് ജ്വൽസിൻ്റെ മൂത്ത മകൻ്റെ കല്യാണമാണ്. അപ്പോൾ നാളെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് നിർത്തിയിട്ടില്ല. കാരണം വീട്ടിൽ ഡ്രസ്സ് നമുക്ക് ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ ഡ്രസ്സ് എടുക്കണമല്ലോ. വേറെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിനി ഇവിടെ നിന്ന് തപ്പും. അത് കഴിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് പോയി നോക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഡ്രസ്സ് എടുക്കും. അത് എവിടെ നിന്നൊന്നും അറിയില്ല.
അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഇന്ന സാധനം ഇതുമായിട്ട് വന്നിട്ടില്ല. ബൺ പൊറോട്ട വന്നിട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് സാധനം വന്നിട്ടില്ല. അപ്പോൾ സായി ഇവരൊക്കെ കഴിച്ച് കഴിയാനായി ഇൻ്റെ വന്നിട്ടില്ല. ഇന്ന് എന്താ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ബൺ പൊറോട്ട വന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല പൂക്കൾ പൂവ് പോലെ ഉണ്ടല്ലേ കാണാൻ. പൂവ് ഈ കുറുമ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. എന്ത് കുറുമ എനിക്കറിയാം. എന്താണെങ്കിലും ആരെന്നോട് കുറുമ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? നല്ലതാണോ നോക്കട്ടെ. ഇവിടെ നല്ല രസത്തിൽ ഒരു അക്വേറിയം കണ്ടിട്ടുണ്ട്. അടിപൊളി അക്വേറിയം. നല്ല രസമുണ്ട്. പച്ചപ്പൊക്കെ വെച്ചിട്ട് എവിടെ കണ്ടാലും കുമ്പൂച്ച കഴിക്കണം വിചാരിച്ചിട്ട് ഇപ്പൊ അവിടെ കറക്റ്റ് കുമ്പൂച്ച ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുമ്പൂച്ച അതൊരു സോഡ പോലത്തെ ഒരു സാധനമാണ്. എന്തെടുത്തത്? അവിടെ കുമ്പൂച്ച വാങ്ങിയിട്ട് 2 എണ്ണം. ഒന്ന് ബെറി മിക്സ് ആണ്, ഒറിജിനൽ ഇല്ലാഞ്ഞിട്ട്. പിന്നെ ഒരു പേടി ഒന്നര സ്വീറ്റ് ബീഡ 2 അലുവ വാങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് സായി ഒന്ന് തന്നതാണ് ബ്രെഡ് അലുവ. എന്താ ബ്രെഡ് അലുവ, തലപ്പക്കട്ടി ബിരിയാണി, അല്ലെങ്കിൽ നമ്മളെ ഈ ഭാഗത്തൊക്കെ കിട്ടണ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടല്ലോ അല്ലേ, ഈ ബ്രോക്കൺ റൈസ് ബിരിയാണി. ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ ബ്രെഡ് അലുവ കഴിച്ചു. എനിക്ക് പൊട്ടിക്കാനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടി അത് പൊട്ടിച്ചു തന്നാൽ മതി. പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പോൾ ഷുഗർ കഴിക്കണമെന്ന് നിർബന്ധമായിരിക്കണല്ലേ? ഉണ്ട്. ഇതാ ദിണ്ടുകൽ ബിരിയാണി. ദിണ്ടുകൽ ബിരിയാണി കഴിച്ചല്ലോ. ഇത് തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബ്രെഡ് അലുവ എന്നാണ് പറഞ്ഞത്. അത് എത്ര രൂപ ശരിക്കും? നല്ല വില പറയും. അമ്പൂർ ബിരിയാണി, തലപ്പക്കട്ടി ബിരിയാണി, അങ്ങനത്തെ ബിരിയാണികൾ കഴിച്ചു കഴിയുമ്പോൾ ബ്രെഡ് അലുവ നിർബന്ധാണ് അങ്ങോട്ട്. ഭയങ്കര സാധനമാണ് ബ്രെഡ് അലുവ. ഭയങ്കര ടേസ്റ്റാ. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. കറക്റ്റ് മധുരം. കറക്റ്റ് മധുരം മധുരം ഉണ്ട്. കുറച്ച് കൂടുതലാ ഫ്ലേവർ. അല്ല കറക്റ്റ് മധുരം ഇഷ്ടാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ചാലക്കുടിക്കാണ് എത്തിയിരിക്കുന്നത്. കൊച്ചിയിലേക്കല്ല പോയത്. അപ്പോൾ ഇവിടെ ഒരു ചാലക്കുടിയിലുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ചാലക്കുടി നിന്നിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊച്ചിയിൽ പോയപ്പോൾ ഇവിടെ വണ്ടി നിർത്തി. ഞങ്ങളിവിടെ ഒരു മല്ലൂസ് ദാബ കടേൻ്റെ അടുത്ത്, കൊച്ചിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ് അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായയും കടിയും കഴിക്കണം. എന്നിട്ട് നമുക്ക് നേരെ സിനിമ കാണാൻ പോകണം, ബ്രൊമാൻസ്. അപ്പോൾ നമ്മൾ ബ്രൊമാൻസ് കാണാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരം. ഫുഡ് എന്തെങ്കിലും. അപ്പോൾ നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഈ മല്ലൂസ് ദാബ കടവ് റെസ്റ്റോറൻറ്റ്. അവിടെ ഭയങ്കര സൗണ്ടാണ്. ചായ അല്ലേ, ചായയും കടിയും. നമ്മളിപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ മുടിയിൽ നരച്ച മുടി നോക്കിയിരിക്കുകയാണ്. ഒന്നുമില്ല, അതിൻ്റെ ബാലം നരയാണ്. എൻ്റെ വൈറ്റേറെന്ന് പറഞ്ഞ പറ്റിപ്പിന്റെ ആശാത്തി ഉണ്ടെങ്കിൽ ദാ ഇവിടെ പറ്റിപ്പിന്റെ ആശാത്തി. ഞാൻ വരില്ല, ഞാൻ കൊച്ചിക്ക് വരില്ല, എനിക്ക് വയ്യ. എന്തിനോ ഡയലോഗ് അടിച്ചു ഞാൻ വരില്ല. ഇന്ന് വാലന്റൈൻസ് ഡേ എന്നത് പറ്റിപ്പ് ദിവസമാണോ? ഇത് അടുത്ത ആള് വാലന്റൈൻസ് ഡേക്ക് ഇവിടെ മുടിന്റെ നരേന്റെ എണ്ണ നോക്കിയിരിക്കണം എല്ലാരും കൂടി. പാവൻ ഞാൻ, എന്റെ മുടിയില് പാലനരയാണ്. അപ്പൊ എന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ലിനു മറിയ സക്കറി ഇവിടെ ഉണ്ട്, സായി കൃഷ്ണനും ഇവിടെ ഉണ്ട്. ഓ മുടി സെറ്റാക്കിട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നത് ഹണി സ്പെഷ്യൽ കേക്ക് കേട്ടോ. ഞങ്ങളെ നന്ദനസിയുടെ കല്യാണമാണ്, എൻഗേജ്മെന്റ് ആണ്, ഉറപ്പീരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്, ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഹണി സ്പെഷ്യൽ കേക്കിൽ കേട്ടോ. അത് ഒപ്പിട്ടിട്ട് പോവല്ലേ ഇനി? അവിടെ കാര്യമായിട്ട് വേറെന്തോ പ്ലാനിങ് ആണ് നടത്തുന്നത്.
അവിടുത്തെ വ്ളോഗിൽ ഇവിടുത്തെ സൗണ്ട് സംസാരിച്ചോളൂ. എന്താ അവിടെ പരിപാടി? ഈ മൈക്കിൽ സംസാരിക്കും. അവിടുത്തെ സൗണ്ട് കേൾക്കില്ലല്ലോ നമുക്ക്. അങ്ങനെ സ്പെഷ്യൽ കേക്കിൽ ഒരു കേക്കാണെന്ന് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഒരു ലവ് കേക്കാണോ മിക്കവാറും അല്ലേ സ്പെഷ്യൽ കേക്കില്? സത്യം പറയാം, ഞങ്ങളിവിടെ മറ്റേ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കേക്ക് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇതുമല്ല സത്യം. മനസ്സിലാവണില്ല. വാലന്റൈൻസ് ഡേക്ക് കേക്ക് മുറിക്കാൻ വന്നൊന്നുമല്ല, അത് ചുമ്മാ വെറുതെ തള്ളിയതാ. ഞാൻ അകത്തിലും ഒരു വാലന്റൈൻസ് ഡേക്ക് കേക്കിലെന്തെങ്കിലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള രണ്ടാൾക്കാർ, നിങ്ങളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ടാൾക്കാർ, പക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ട്. നന്ദനി അഭിഷേകവും നന്ദനി അഭിഷേകവും നന്ദന അഭിഷേക ഞാൻ പേര് പറയുന്നില്ല. അവർ രണ്ടുപേര് അതിനകത്തുണ്ട്. അതായത് നന്ദന സിയും ആറും ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് രണ്ടുപേർക്ക് ഈ മാസം കല്യാണം കഴിക്കണം. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഈ മാസം കല്യാണം അവർക്ക് സംസാരിക്കാൻ വേണ്ടിട്ടോ. അതായത് ഇന്ന് 14-ാം തീയതി, അപ്പൊ ഞങ്ങൾ ഇന്ന് കൊച്ചി വരുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ഈ മാസം കല്യാണം കഴിക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാവും. അപ്പോ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞാൻ എന്റെ ഭാര്യയ്ക്കും സിജോന്റെ ഭാര്യയ്ക്കും ഒന്നിനും പറയാതെ പ്രണയിക്കും. അല്ല, ഇത് ശരിക്കും നിങ്ങളുടെ വാലന്റൈൻസ് ഡേ ആണ് സത്യം പറഞ്ഞത്. സിജോ പ്രബീനെ സെറ്റാക്കി. അങ്ങനെ ഇടണല്ലേ? അതിന് ഫോട്ടോ എടുക്കട്ടെ. മുറിക്കേത് ഫോട്ടോ എടുക്കട്ടെ. അതെ അതെ അതെ, ഇതാണ് വാലന്റൈൻസ് ഡേ ആഘോഷം. കണക്കുപ്രകാരം പറയുന്നത് അതിൽ എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, കഞ്ചം വിട്ട ഓക്കെ. പ്രഭോ സിംഗ്ല കേക്ക് അങ്ങനെ തേക്കാൻ പാടില്ലെന്നുള്ളതാണ് എന്റെ കല്യാണം ചെയ്യാൻ പറ്റിയ പാഠം. ഈ വാലന്റൈൻസ് ഡേക്ക് അന്ന് തെങ്ങിന്റെ മുകളിൽ ചീഞ്ഞിറങ്ങിയിട്ട് സ്റ്റേജിന് പോയി. അപ്പൊ നമ്മള് ലിനുവിനെ ഒറ്റയ്ക്ക് ആക്കിട്ട് സിജോ പോവാണ്. ലിനുവിനോട് പോവാൻ അങ്ങനെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് അടുത്ത വരുന്ന പാണ്ടിൽ ലോറിക്കകത്ത് ലിനുവിനെ ഏപ്രിൽ 1. അല്ല, ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ ഡേക്ക് അല്ലേ? ആ, ഏപ്രിൽ ഫുൾ ഡേ അല്ലേ? ഒന്നുമില്ല, ടാറ്റ പറയാം, ടാറ്റ ബൈ ബൈ പറയാം. ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത്, എല്ലാരും ഫാമിലി അൺസബ്സ്ക്രൈബ് ചെയ്യുക. പാവപ്പെട്ട സായിനെ സ്നേഹ വീട്ടില് ഭക്ഷണം കൊടുക്കാതെ അവന്റെ ബോഡി വെയിറ്റ് 10 കിലോളം കുറഞ്ഞിട്ടുണ്ട്. ഓരോ ആളെ കാണുമ്പോഴും അവനിങ്ങനെ ബോഡി വെയിറ്റ് കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ഒന്നും കൊടുക്കുന്നില്ല. പച്ചവെള്ളാണ് കൊടുക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കണം, സായി ഇത്രയും കഷ്ടപ്പെട്ട് മലപ്പുറത്ത് നിന്ന് നാട്ടിലെത്തി, കൊച്ചിയിലെത്തി സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് സമ്മാനം ഒരുക്കി
ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 25,000 രൂപ 25,000 രൂപ വിലയുള്ള ഒരു സാരി അവൻ വാങ്ങിച്ചു കൊടുത്തു. സാരിയുടെ ആവശ്യമുണ്ട്. തിരിച്ച് ഭർത്താവിന് ഒരു ചെറിയ സമ്മാനം, ഒരു ചെറിയ ഗിഫ്റ്റ്. അതെ 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 25,000 കൊടുത്ത് ഇപ്പൊ വാങ്ങിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ ബൈ. നമ്മള് ലിനോനെയും സിജോനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ നെടുമ്പാശ്ശേരിന്റെ അടുത്ത് ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പൊ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ല എല്ലാരും. മുടിയൊക്കെ എക്സോട്ടിക് ഹെയർ സലൂണിനാണ് ഞാൻ 24/7 ആണ്. അത് സായിനോട് എപ്പോഴും പറയും ഈ പാതിരാത്രിക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കറക്റ്റ് പ്ലേസ് അവിടെ കുറെ സ്ഥലത്തുണ്ട്. അപ്പോൾ എക്സോട്ടിക്, അപ്പോൾ അവിടുത്തെ ഷിയാസ് പ്രോ ആണ് നമ്മള് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റണം. അത് കഴിഞ്ഞ് മേക്കപ്പ് ഇട്ട് നേരെ നമ്മുടെ കല്യാണം. അപ്പൊ ആര് കല്യാണം എന്ന് പറയട്ടെ, നമ്മുടെ അഭിഷേക് പറക്കാട്ടിന്റെ ഏട്ടൻ അഭിജിത്ത് പറക്കാട്ട്, പറക്കാട്ട് ജ്വൽസിന്റെ ആളുടെ, അവരുടെ ഓണറിന്റെ മൂത്ത ആളുടെ കല്യാണമാണ്, റിസപ്ഷനാണ്. കല്യാണത്തിലെ റിസപ്ഷൻ. അപ്പോൾ അവിടെ പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി സ്ഥലത്ത്. ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റാൻ പോട്ടെ. മാൻഹട്ടൻ ലഗൂണ വില്ലാസ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ലഗൂണ വില്ല ഓണേഴ്സ് അസോസിയേഷൻ്റെ വില്ല പ്രൊജക്റ്റിലാണ്, ചിക്കൂസ് നെസ്റ്റ്. നമ്മൾ ഈ വീടൊന്ന് കാണാൻ പോട്ടെ. നല്ല അടിപൊളി വൈറ്റ് ഹൗസാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പേര് പറയൂ. ചേട്ടനാണ് നമുക്ക് ബാഷ്പിക തുളസിയുടെ എല്ലാം അല്ലേ. എനിക്ക് മൊയിനുക്കയ്ക്ക് കൊടുത്തത് മൊയിനുക്കയാണ് എനിക്ക് തന്നത്. ഞാനത് നല്ലോണം പുരട്ടാറുണ്ട്, നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. മൊയിനുക്ക പറഞ്ഞാൽ എനിക്ക് നല്ല ഉപകാരമുണ്ട് സത്യം പറയാൻ. അതെ അതെ. ആ ഒരു ഓയില് പോലത്തെ സാധനമില്ല, അത് ഞാൻ അത് നെറ്റിയില് ഉണ്ട്. നല്ല ഉപകാരം. എനിക്ക് നല്ല യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം എനിക്ക് തലവേദനയും ജലദോഷമൊക്കെ ഉള്ള ആളാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ്. അതെ അതെ, നല്ല സ്മെല്ല്. ചെന്നപ്പോ അതിന്റെ ഫുള്ള് വൈറ്റ് ആണ് കേട്ടോ അല്ലേ. ഈ വീടൊക്കെ കണ്ടില്ലേ, ഇഷ്ടമായോ? ഞാൻ ബ്ലാക്ക് ആണ്, പക്ഷെ ഇവിടെ ഫുള്ള് സംഭവം വൈറ്റ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. കയറി ചെല്ലുമ്പോ തന്നെ നല്ലൊരു ഫാമിലി ഫോട്ടോ ഉണ്ട് നമുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ, ഞാൻ ആ റൂമിൽ ഡ്രസ്സ് മാറ്റിയപ്പോ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആളുള്ള പോലെ തോന്നി ഫോട്ടോ ഉണ്ട്. ആ റൂമിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചേട്ടന്റെ മകനാണ്. രണ്ടാമത്തെ ആളല്ലേ, മൂത്താള്, ഏറ്റവും ഉള്ളത്. എത്ര പേരുണ്ട്? 4 പേര്. ഓക്കെ ഓക്കെ. നേരത്തെ കണ്ടത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാന് നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്. എന്താ നമ്മുടെ വൈഫ് അനീറ്റ എന്തെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓയ് മോളൂസ്, അതെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ആന്റി എനിക്ക് വീട് ഫുള്ള് കാണിച്ചു. വീട് ഇനി മോനൊക്കെ എടുത്തല്ലോ ഓൾറെഡി, ഞാൻ ജസ്റ്റ് ഒരു തിരക്കുള്ളൂ. അപ്പൊ ആന്റി എനിക്ക് വീടൊക്കെ കാണിച്ചത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആന്റി. പിന്നെ ഇവിടെ ഞാൻ ബ്ലാക്കിന്റെ കാര്യം ചോദിച്ചു, ഇവിടെ എന്താ ബ്ലാക്ക് എന്നുള്ളത്. അത് കിട്ടാഞ്ഞിട്ടാണ് ബ്ലാക്ക് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സ്ഥലം അതാ, ഇവിടെ എഴുതുന്ന സ്ഥലം. നമ്മൾ ആര് വന്നാലും ഇവിടെ എഴുതി പോണെന്നാണ് അവരുടെ നിബന്ധന. അവിടെ എഴുതണം. പിന്നെ ഇവരുടെ കയ്യില് സ്വർഗത്തിനാ. പേര് എഴുതിയുണ്ട്. പേര് ഇത് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ്. പേര് ഇതിൽ ഓർമ്മ ഉണ്ടാൻ വേണ്ടിട്ടാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അവിടെ സായി ഒപ്പിട്ട. എന്തായാലും താങ്ക് യു ആന്റി, താങ്ക് യു അനീറ്റ. ഒരു ടാറ്റോ. ഹായ്. അതാ നമ്മുടെ പറക്കും ഉണ്ടാ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മള് ജാസ്മിന്റെ അടുത്തുള്ള ഒരു പറക്കും മണ്ണാനുണ്ട്. അയ്യോ അതാ കേറുന്നു. പേരിട്ടുണ്ടോ? ഉണ്ട്.
അപ്പൊ ഞങ്ങള് പോട്ടെട്ടോ. ടാറ്റ. റെഡിയില്ലേ പോവാൻ? പരിപാടി കളറായില്ലേ? ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നല്ല സ്വീറ്റ്സും ഡെസേർട്സും ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു. പിന്നെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഒക്കെ അല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണെങ്കിൽ നേരെ ചാലക്കുടി.